എൻ്റെ പേര് ആദികൃഷ്ണ. ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ അവധിക്കാലത്തെ കൃഷിയെ പറ്റിയാണ്. ഞാൻ ഇന്ന് ഒരുപാട് കാണിക്കുന്നത് ഇലക്കറിയായി ഉപയോഗിക്കുന്ന ചീരകളെയാണ്. ഇതിൻ്റെ പേര് മയിൽപ്പീലി ചീര. ഇത് തോരൻ വയ്ക്കാനാണ് എടുക്കുന്നത്. ഇത് ഒരുപാടായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ്. ഇത് മയിൽപ്പീലി കണക്ക് ഇതിൻ്റെ ഇല ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ മയിൽപ്പീലി ചീര എന്ന് പറയുന്നത്. ഇതിൻ്റെ പേര് സുന്ദരി ചീര. ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ? ഇതിൻ്റെ തണ്ടിൻ്റെ കളറ് റോസ് കളറും ഇതിൻ്റെ ഇലയിൻ്റെ കളറ് പച്ച കളറുമായതുകൊണ്ടാണ് ഇതിനെ സുന്ദരി ചീര എന്ന് പറയുന്നത്. അടുത്ത് കാണിക്കുന്നത് ചുമന്ന ചീര. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റുമുള്ളതാണ്. ഇത് മാർക്കറ്റിൽ നല്ല വില കിട്ടുന്നതുമാണ്. ചീര. ഇത് നമ്മൾക്ക് ഒരു പരിചരണവും കൊടുക്കാതെ തന്നെ ഇത് നല്ല വലുതായി വളരുന്നതുമാണ്. അധികം കീടബാധകളൊന്നും ഉണ്ടാവാറില്ല. ഇത് നല്ല വലുതാവുന്നതുമാണ്. കാണിക്കുന്നത് പൊന്നാങ്കണ്ണി ചീര. ഇത് ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണിന് വരുന്ന അസുഖങ്ങളെല്ലാം പോകുന്നതാണ്. കണ്ണിന് നല്ല കാഴ്ച ശക്തിയും കിട്ടുന്നതാണ്. അടുത്ത ഞാൻ പറയുന്നത് വേലിച്ചീര എന്നും സിംഗപ്പൂർ ചീര എന്നും പേരുള്ള ഒരു കുറ്റിച്ചെടിയെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഭക്ഷ്യയോഗ്യവുമാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. നമുക്ക് മറ്റൊരു തകര ചെടിയെ പരിചയപ്പെടാം. ഇത് ഊളൻ തകര. ഇത് നമ്മൾ കറി വയ്ക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഇത് നല്ല രുചിയുള്ളതുമാണ്. അടുത്തതായി പരിചയപ്പെടുത്തുന്നത് സാമ്പാർ ചീര. ഇതിന് നമ്മൾ മുട്ടയൊക്കെ ഇട്ട് ഇത് ചെയ്യാനും എടുക്കുന്നുണ്ട്. ഇതിൽ ഇങ്ങനെ വയലറ്റ് പൂക്കളും വരാറുണ്ട്. അടുത്ത ഞാൻ പരിചയപ്പെടുത്തുന്നത് ചായ മത്സ അഥവാ മായൻ ചീര എന്ന് പേരുള്ള ഒരു കുറ്റിച്ചെടിയാണ്. ഇത് ഇലക്കറിയായി ഉപയോഗിക്കുന്നുണ്ട്. പരിചയപ്പെടുത്തുന്നത് തകര ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പേര് പൊൻതകര എന്നാണ് പറയുന്നത്. ഇതിന് പൊന്നാരി വീരനെന്നും പേരുണ്ട്. ഇത് നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാണ്.